അങ്ങനെ പോയി. ചൈന അമ്മ നിങ്ങൾ വിടക്കുണ്ടേന്. ഞാനേ കുട്ടികളെ ബസ് കയറ്റി കൊടുക്കാൻ വേണ്ടി പോയതാ. കുട്ടികളെ പറഞ്ഞേച്ചില്ലേ. പിന്നെ കുഞ്ഞുട്ടി കായ് അയച്ചീന്. അമ്മ ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞിക്കണു. ഇന്നലെ രാത്രി വിളിച്ചപ്പോഴും പറഞ്ഞു തന്നെ. പറഞ്ഞു അയക്കുണ്ട് പറഞ്ഞു. ഇന്ന് അയക്കേ കാര്യം ആണെങ്കിൽ ഒഴിവ് കിട്ടിയിട്ടുണ്ടാവില്ല. ഓ എപ്പോഴും അയക്കലാവും. ആകെ 3-4 ദിവസം ഉള്ളു കല്യാണത്തിന്. ആകെ 3-4 ദിവസം ഉള്ളൂല്ലേ കല്യാണത്തിന്. ഇത് ഡ്രസ്സ് എത്തെങ്കിലും എടുക്കണമെങ്കിൽ ഇന്ന് അയക്കാണ്. ഇന്ന് തന്നെ നമുക്ക് പോകാം. വേഗം അയച്ചാൽ മതി. എന്നാൽ പിന്നെ കുട്ടികൾ വരുമ്പോഴേക്ക് പോയി തരാമല്ലോ. എന്നാലേ ബാക്കി പണിയൊക്കെ വേഗം കഴിച്ചു വെച്ചാണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പം ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഒന്നും നടക്കൂല. എപ്പോഴും കായ് അയക്കണ അറിയില്ലല്ലോ. പണിയൊന്നും നടക്കൂല. വേഗം നോക്കട്ടെ. ഞാൻ അത് അയച്ചാൽ വേഗം പോകേണ്ടിയും വരില്ലേ. ആരാ ഫോൺ വിളിച്ചോണ്ടേ? ഇക്കാണല്ലോ. സാധാരണ ഈ നേരത്ത് വിളിക്കലില്ല. ഹലോ ഇക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെ ഉണ്ടടി അവിടെ വിശേഷങ്ങള്? നല്ല തന്നെ. പിന്നെ ഇജ്ജ് ഇന്നലെ പറഞ്ഞില്ലേ ഡ്രസ് എടുക്കാൻ പൈസ ആണോ? അത് അയച്ചിക്കണ കേട്ടോ. അത് അയച്ചിക്കണോ? ഞാനും ഇപ്പൊ അത് പറഞ്ഞോണ്ടിരിക്കേനി നേരത്തെ. നിങ്ങൾ അയച്ചിക്കണെങ്കിലേ ഞങ്ങക്ക് പോയിങ്ങാണ്ട് വേഗം ഡ്രസ്സ് എടുക്കാന്നുള്ളത്. കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞയച്ചേക്കണേ. അപ്പൊ ഓല് വരുമ്പോഴേക്കിനും വേഗം പോയി തരാലോ. എന്നാ നേരം വെക്കണ്ട, വേഗം പോയിക്കോളി രണ്ടാളും കൂടി. പിന്നെ ഞാൻ ഇപ്പൊ വിളിച്ചത് വേറൊരു കാര്യം കൂടി പറയാനാണ്. എന്താക്കാ? അത് വേറൊന്നല്ല. ഞാൻ ഇപ്പൊ 10-25 കൊല്ലായല്ലോ ഇവിടെ ഇങ്ങനെ നിക്കലൊടുങ്ങിയിട്ട്. നമ്മളെ കല്യാണത്തിന്റെ മുമ്പന്നെ ഇവിടെയാണ്. എനിക്കിപ്പോ നാട്ടില് നിന്നാ മതി നയിക്കണം. ഇപ്പൊ എന്നെ കൊണ്ട് വെച്ച ഞാൻ ഇപ്പൊ നിർത്തി പോരാ വിചാരിച്ച. അടുത്ത ആഴ്ച നാട്ടിക്ക് വന്നാലോ കരുതാണ്. അത്യാവശ്യത്തിനുള്ളൊക്കെ ഉണ്ടാക്കിയേക്കണല്ലോ ഇപ്പൊ ഞാൻ. എന്തൊക്കെയാ അക്ക നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വന്നാ എങ്ങനെ ശരിയാക്കുക? എന്താ ഞാൻ വന്നാ കുഴപ്പമുള്ളത്? എത്രങ്ങാനും ഇതുണ്ട് നമുക്ക് തീർക്കാനും കാട്ടാനും ഒക്കെ. അതിനെന്താ നീ നാട്ടില് വന്നിങ്ങാണ്ട് പണിയെടുക്ക. ഇപ്പൊ ഇത്രയും കാലം ഇവിടെ നിന്നില്ലേ. നാട്ടില് നിന്നിങ്ങാണ്ട് പണി ചെയ്തിട്ടൊക്കെ എന്താകാനാണ്? ഞാൻ ആലോചിച്ച് നോക്കാണ്. കുട്ടികളെ സ്കൂളത്തെ ഫീസ്, ഈ വീടിന്റെ ലോൺ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താ സ്വർണ്ണ അതില് വെച്ചതുണ്ട്, അത് എടുക്കാണ്ട്. ഇതെല്ലാം കൂടി ഇല്ലേ. പിന്നെ നമ്മളിവിടുത്തെ ചെലവ്, നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് അവിടുത്തെ ചെലവിന് തന്നെ തികയില്ല. നിങ്ങളിപ്പോ അവിടെ തന്നെ നിന്നോളി. ഇപ്പൊ ഇങ്ങോട്ട് പോരാനൊന്നും നിക്കണ്ട. എടീ ഞാൻ 5 കൊല്ലം മുമ്പ് ലീവിന് വന്ന് പോയതല്ലേ. എനിക്ക് ഞാൻ ഇപ്പൊ വരാറൊരു സന്തോഷവും ഇല്ല. എനിക്ക് എങ്ങനെയാ സന്തോഷം ഉണ്ടാകും? നിങ്ങളെ പറഞ്ഞാണേ. നിങ്ങളൊന്ന് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താളേ, ലീവ് എന്തെങ്കിലും എടുത്ത് പോരി. അല്ലാതെ ഒഴിവാക്കി ഇങ്ങോട്ട് പോരണ്ട. ഇത് ഞെത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്കൂല്ല എന്റെ കുട്ടികളൊക്കെ ഒപ്പം ജീവിച്ചണം എന്നുള്ളൊരു പൂതി. ഇത്രയും കാലമായിട്ട് ഐറ്റങ്ങളൊപ്പം ഞാൻ നിന്നിട്ടില്ല. എത്താണ് നിങ്ങൾക്ക് പറഞ്ഞാ തിരിയാത്തത്? എടി എന്റെ അവസ്ഥയും കൂടി മനസ്സിലാക്കുക. എനിക്ക് പണ്ടത്തെ അമ്മമാർക്ക് ഇങ്ങ പണിയെടുക്കാനൊന്നും വെച്ച. ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നാട്ടില് വന്ന് നിക്കാനപ്പൊ പൂതി. വെജായൊക്കെ എത്താച്ചാലോ ഇങ്ങോട്ട് പോരാൻ നല്ല അടവ് എടുക്കാണ്. നിങ്ങൾ അവിടെ തന്നെ നിന്നോളി. ഞാൻ നല്ലീനും വേണ്ടിട്ടാ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പോന്നാലേ ഇവിടെ ആകെ കുടുങ്ങുള്ളൂ. ഇവിടെ ഒന്ന് പണിയെടുത്ത് ഞാൻ ജീവിച്ച എവിടെ എത്തൂല. അവിടുന്ന് ഇങ്ങനെ അയക്കണോണ്ടാണ് ഓരോന്ന് ഇതായിക്കാണ്ട് പോകണത്. അമ്മാക്ക് കൊടുക്ക, അതാ നല്ലത്. ഇമ്മ 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 ഇക്കാണ് ഫോണില് പറയണ കേട്ടപ്പോ നിങ്ങള് ഇങ്ങോട്ട് പോരാണെന്ന് നിർത്തിങ്ങാണ്ട്. നിങ്ങളും പറഞ്ഞാണിതാ ഫോൺ ഇങ്ങോട്ട് കാട്ടിക്ക, ഒഴിവാക്കി പോരി. ഹലോ കുഞ്ഞുട്ടിയെ, എത്തൊക്കെയാ വെച്ച് പറയുന്നത്? ഒഴിവാക്കി പോരാണെന്നൊക്കെ. ഇമ്മങ്ങക്ക് അറിയില്ലേ, 10-25 കൊല്ലായി ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിക്കലൊടുങ്ങിയിട്ട്. ആ വീടും കാര്യമൊക്കെ ഞാൻ ഇവിടെ വന്നിങ്ങാണ്ട് ഉണ്ടാക്കിയത് തന്നെയല്ലേ. ഇനി വെച്ച് ഇവിടെ നിക്കാന് ഞാൻ നാട്ടിക്ക് പോരാണ്. ഇച്ചില്ല എന്റെ കുട്ടികളൊക്കെ ഒപ്പം ഒന്ന് ജീവിച്ചണം എന്നുള്ളത്.
നീ നാട്ടിലെത്തെങ്കിലും പണിയെടുത്തും കാട്ടിങ്ങാണ്ടൊക്കെ ജീവിച്ച. അതപ്പൊ ഞാൻ പറഞ്ഞത്. ഇത് പറയുന്നതൊക്കെ അമ്മക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതൊന്നും എനിക്ക് തിരിയായിട്ടല്ല. ഞാൻ എന്താ പറയണത് ഇജ്ജൊന്ന് കേക്ക്. ഇജ്ജിപ്പോ അവിടെ നിക്കണോണ്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യം നടന്നു പോകുന്നത്. പിന്നെ ഇജ്ജൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് 2 പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട്. ഐറ്റങ്ങളെ കെട്ടിച്ചയക്കും കാട്ടും ചെയ്യണമെങ്കിൽ ഒന്നും ആയിട്ടില്ല ഇവിടെ. ഈ വീടിന്റെ ലോൺ തന്നെ എപ്പോഴും അടഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ചെലവും കാര്യമൊന്നും ഇജ്ജ് ഇവിടെ വന്ന് നിന്നാത്തൊന്നും നടക്കൂല. അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി എങ്ങനെങ്കിലൊക്കെ അവിടെ നിന്നോളി. ഇനി ആണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ലീവിന് ഇങ്ങോട്ട് പോര്. നോക്കട്ടെ. എന്നിട്ട് അങ്ങോട്ട് തന്നെ പോയാ മതിയല്ലോ. അല്ലാതെ പറ്റ ഒഴിവാക്കി ഇങ്ങോട്ട് പോരണ്ട. ആയിക്കോട്ടെ അമ്മ, നിങ്ങൾക്കൊക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഒഴിവാക്കി പോരുന്നില്ല. ലീവ് കിട്ടുമോ നോക്കട്ടെ. എനിക്ക് പണി കയറാനേക്കണേ, പിന്നെ വിളിച്ച. അസ്സലാമു അലൈക്കും. ആയിക്കോട്ടെ എന്നാ. വലൈക്കും അസ്സലാം. എന്നടി പോണ അങ്ങോട്ട് പറഞ്ഞപ്പോളേ ഞാണ്ട് കാളി ഒന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് പോരുകയാണെന്നൊക്കെ പറഞ്ഞപ്പോളേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് നന്നായ എന്തായാലും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് വെക്കണം. ഇപ്പൊ ഇങ്ങോട്ട് പോന്നിക്കണെങ്കിലുള്ള അവസ്ഥ ഞാൻ പറഞ്ഞാൽ കേൾക്കൂല അച്ചാരെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് കൊടുന്നത് വേഗം. അപ്പൊ അവിടുന്ന് ഒഴിവാക്കിയാണ് പോകുന്നത്. ഇനി എത്തേക്കാരം ഇവിടുത്തെ അവസ്ഥ. അപ്പൊ അവിടെ നിൽക്കണോണ്ടാണ് ഇവിടെ അങ്ങനെയൊക്കെ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ വന്നു നിന്നാല് ചെലവ് കൂടുകയെന്നല്ലാതെ കുറയില്ല. ഇവിടെ വന്നു കണ്ടൊക്കെ എത്താകാനാണ്. പോയിന് ശേഷമാണ് ഇവിടെ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് തന്നെ. ഇപ്പൊ ഇങ്ങോട്ട് പോരുക പറഞ്ഞാലോ എല്ലാം മുടങ്ങും. കുട്ടികളെ സ്കൂളത്തെ ഫീസ്, വണ്ടിന്റെ ഫീസ്, ഇവിടുത്തെ എന്തൊക്കെയുണ്ട് പാല് മറ്റേത് പറഞ്ഞ എല്ലാ ചെലവിനുള്ളതും പിന്നെ ഇതിന്റെ ലോൺ അടഞ്ഞു പോണം ഒക്കെ മുടങ്ങുള്ളൂ. ഇപ്പൊ അങ്ങോട്ട് വന്നാല് ഇവിടെ എന്നാ ചെലവ് കൂടും ചെയ്യും. പൈസ ഒത്തും ഉണ്ടാകൂല. അതാ ഞാൻ ആ കാര്യം കണ്ട് മറന്ന് ഇതിന്റെ ഇടയില്. കാര്യം അയച്ചാലോ. പിന്നെ പൈസ ഇട്ടേക്കാണ്. നമുക്ക് എന്നാ വേഗം പോയി നല്ല ഡ്രസ്സ് വാങ്ങാൻ നോക്കുന്ന. കുട്ടികൾ വരുമ്പോഴേക്ക് എത്തുമല്ലോ. അതിന് നല്ല കുട്ടികൾ വരുമ്പോഴേക്ക് നമുക്ക് വേഗം പോയി തരാം. അതുകൊണ്ട് ഞാൻ വേഗം പണിയൊക്കെ കഴിച്ചാൽ നോക്കി. എനിക്കെങ്ങാനും പൈസ ഇട്ടാലേ വേഗം പോയി ഇങ്ങോട്ട് വാങ്ങാൻ പോകേണ്ടി വരുമല്ലോ. പിന്നെ ഇന്നത്തെ ദിവസം തന്നെ കണക്കേക്കാര്. നിങ്ങൾ മാറ്റിക്കോളി. ഞാനും പോയി മാറ്റട്ടെ. ഇജ്ജ് മാറ്റിക്കോ, ഞാനും മാറ്റട്ടെ. ഇമ്മ വേഗം പൂരി. നല്ല മഴ വരുന്നുണ്ട്. വെജന്നാണേ നടന്നിട്ട് എത്തേണ്ടത്. നല്ല മയക്കാറുണ്ട്. ഇപ്പൊ പെയ്യും. കുട്ടികൾ വന്നടി. കുട്ടികളൊന്നും എത്തിയിട്ടില്ലാന്നാ തോന്നുന്നത്. വേഗം എത്തിയത് നന്നായി എന്തായാലും. അല്ലെങ്കിൽ ഏറ്റ പുറത്ത് നിൽക്കേണ്ടി വന്നു. ചാവി നമ്മളടുത്തല്ലേ. ഉമ്മ എത്താ സായിന? ഞാനേ പോയി കണ്ട് കുഴഞ്ഞു വന്നപ്പോളേ രാവിലത്തെ ചായ എടുത്ത് ചൂടാക്കി കൊണ്ട് കുടിച്ചേന്. നമ്മൾ പോയി വന്നപ്പോഴേക്കിനും വിചാരിച്ചില്ലേറെ നേരം വൈകിക്കണ്. ഇനിയിപ്പൊ ചോറും കൂട്ടാനും ഉണ്ടാക്കി കഴിയുമ്പോഴേക്കിനും ആണെങ്കിൽ രാത്രിക്കൊക്കെ തിന്നാനേ പറ്റുള്ളൂ. ഇപ്പൊ 3 മണി ആയിക്കണ ടൈമേ. എന്നാ നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? അതെന്നാ നല്ലത്. ഇനിയിപ്പോ ഇവിടെ കെട്ടി മറിഞ്ഞങ്ങാണ്ട് എപ്പ ആകാനൊക്കെ. കുട്ടികളും വരാനായില്ലേ. രാത്രിക്ക് കൂടെ ഉള്ളതാണ്ട് ഓർഡർ ചെയ്തളാ. ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കാട്ടിയാൽ അങ്ങനെ കറി ഇന്നപ്പോഴേക്കുള്ള തന്നെ എടുത്താൽ മതിയല്ലോ. പുറത്ത് നല്ല മഴയും ഇതൊക്കെയാണ്. അപ്പൊ ഇനിയിപ്പൊ രാത്രി അടുക്കളയിൽ നിന്നും കയറാന്ന് വെച്ചാൽ കുറച്ച് സ്വസ്ഥായിട്ട് ഇരിക്കാലോ നമുക്ക്. എന്നുവെച്ചാ അങ്ങനെ കാട്ടിക്കളാ. ആയിക്കോട്ടെ എന്നാ. ഞാൻ എന്നാലേ ഓർഡർ ചെയ്യട്ടെ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ വരും ചെയ്യും. ഓൽക്കും കൂടി നിന്നും ചെയ്യുന്ന. പെണ്ണ് പോയോ? കാര്യം പറയാൻ മറന്ന്. നേരത്തെ ഓൻ വിളിച്ചപ്പോഴാണെങ്കിലും അങ്ങനത്തെ ഒരിത്. ഇങ്ങനെയപ്പൊ ഒരു കല്യാണത്തിന് പോകുമ്പോ ഒത്തും വാങ്ങാതെ പോകുക.
എങ്കിലും സ്വർണത്തിന്റെ മിന്നെങ്കിലും വാങ്ങണ്ടേ? ഞാൻ വിളിച്ചുമ്പോ പറയാം, മോളോട് പറയാതാ നല്ലത്. മോശാണല്ലേ, ഇത്ര നേരായിട്ട് വിളിച്ചണില്ലല്ലോ. അത് എന്തൊരു മഴയാണത്. എത്ര സൈനജ് ഇവിടെ വന്ന് കുത്തിരിക്കുന്നത്. ഈ ടൈമില് വിളിച്ചലുണ്ടല്ലോ, ഇത്ര നേരമായിട്ട് വിളിച്ചിട്ടില്ല. ഞാൻ ആ ഫോൺ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കുത്തിരിക്കുക അവിടെ. എന്തെങ്കിലും തിരക്കിലേക്കാരം, അതേക്കാരം വിളിച്ചാത്തത്. അല്ലേ ഇന്നത്തെ ആ ഡ്രസ്സിന്റെ ഇതും മറ്റേ ഇങ്ങോട്ട് വരുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞതിന്റെ ഇടയിൽ കുട്ടികളെ വണ്ടി ഫീസിന്റെ എന്തെങ്കിലും ഡേറ്റ് അയക്കണേ, അത് പറയാൻ മറന്നു. അപ്പോഴെങ്കിലും പറഞ്ഞാലേ നാളെക്കെങ്കിലും ഒന്ന് അയക്കുള്ളൂ. തന്നെ ഞാനും അതന്നെ. തോന്റെ ആ ജഗബോഗിയിലേ പറയാനുള്ള കാര്യം മറന്ന്. നമ്മൾ കല്യാണത്തിന് മുമ്പ് എങ്ങനെയാ കജ്ജും വീസി പോവുക? എന്തെങ്കിലും സ്വർണത്തിന് മിന്നെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ അതാണെങ്കിൽ ആ ടൈമിൽ പറയാൻ മറന്ന്. ഇജ്ജ് ഏതായാലും ഇപ്പൊ വിളിച്ചാണെങ്കിലേ ഓനോട് പറഞ്ഞാണ്ടിട്ടാ. ഞാൻ പറയുന്നുണ്ട്. ഞാനേ മാളൂൻ്റെ അവിടെ പോയതേനു. മോള് പ്രസവിച്ചെടുക്കല്ലേ, ഒരട്ടം പോയിക്കണ്. എന്നാലും മോശമല്ലേ നമ്മളൊന്ന് പോയോക്കാഞ്ഞാല്. അപ്പൊ ഞാനൊന്ന് പോയിങ്ങാണ്ട് വന്ന അപ്പാൾക്ക് ഈ മൈൻഡ് ചെയ്ത് ഞാനേ ഇതിലെ കയറണില്ല. മഴ ഇങ്ങാണ്ട് കാലൊക്കെ ആകെ ചളിയേക്കണ്. ഞാൻ ഏതായാലും ആ സിറ്റോട്ട് കൂടെ കയറാം, കാലും കേകിങ്ങാണ്ട്. അതിലേ കാരല്ലേ ഞങ്ങൾ പോകുന്നത്. ഞാൻ അവിടെ കുറ്റിയിട്ടിട്ടില്ല. നിങ്ങളെന്നാ സിറ്റോട്ട് കൂടെ കയറിക്കോളെ. ചെരുപ്പ് അവിടെ വെച്ചിങ്ങാണ്ട് കയറാം, അതാ നല്ലത്. ഇക്ക വിളിച്ചിണ്ട്. മഴ ഉക്കുന്നതിന് മുമ്പ് ഞാൻ പോയി ഇങ്ങോട്ട് കയറട്ടെ. ആകെ നന്ദി ഞാന്. ഹലോ അക്ക. ഹലോ, ഇത് ഷാജഹാന്റെ വീടല്ലേ? അതെ, ഇതാരാ സംസാരിക്കുന്നത്? ഞാന് ഷാജഹാന്റെ റൂമിലുള്ളതാ. അവന് പെട്ടെന്നൊരു നെഞ്ഞുവേദന വന്നിട്ട് ഞങ്ങളെല്ലാരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്ന്. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ മരിച്ചിരുന്നു. പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങളടുത്ത് ആരെ നമ്പറും ഇല്ലല്ലോ. ഇതന്നെ ഇപ്പൊ അവന്റെ പേഴ്സൊക്കെ തപ്പി പിടിച്ചിങ്ങാണ്ട് കിട്ടിയതാണ് ഒരു നമ്പർ. അപ്പൊ അതില് വിളിച്ചതാണ്. നീ നാട്ടിക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാട് എന്താ വെച്ചാല് ചെയ്യാൻ നോക്കാം. ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കിട്ടോ. മഴ കൊണ്ട് ആകെ തയ്ക്കണ്. വെള്ളം എത്താ സൈനജ് വിളിച്ചു പോകുന്നത്? എന്താ കാര്യം? ഇക്കാന്റെ ഫോൺ നമ്പറിന് ഒരു കോള് വന്നേനി. കൊലോടുള്ളേക്കോ ചങ്ങന്മാരൊക്കെയാ വിളിച്ചത്. ഇക്കാക്കെന്താ നെഞ്ഞുവേദന എന്തൊക്കെയാ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലും ഇതിലൊക്കെ കൊടുത്തോണ്ട് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നൊക്കെ അമ്മ പറഞ്ഞ്. കറിയില്ലമ്മ എന്താ കാട്ടണ്ടേ? കൈകാൻ പോയതും എന്റെ കുട്ടി. റബ്ബേ, എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നത്? റബ്ബേ, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? എന്റെ കുട്ടി എന്താ പകാട്ട് കേക്കാൻ വെക്കുക. എന്താ എന്റെ കുട്ടിയെ പറ്റിയത്? അപ്പോഴെങ്ങോട്ട് പോരാൻ പറഞ്ഞാ മതി. കാട്ടുണ്ട് അതപ്പോളെ പറഞ്ഞതാ മോളെ ഇങ്ങോട്ട് പോരുന്നൊന്ന്. നമ്മളാണ് ഇങ്ങോട്ട് പോരണ്ട പറഞ്ഞ. എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടേക്കാരും പോരാ പറഞ്ഞിക്കണത്. നമ്മക്ക് ഒന്നും കേക്കാൻ വെച്ചില്ലല്ലോ റബ്ബേ. എന്റെ കുട്ടി പെട്ടെന്ന് പഠിക്കാൻ കൊണ്ടുപോകും ഞാൻ വിചാരിച്ചിട്ടില്ല. പഠിച്ചോനെ, എന്തിനാ എന്റെ കുട്ടീനെപ്പ കൊണ്ടുപോയത്? എന്തൊരു പരീക്ഷണ റബ്ബേത്. ഇങ്ങളെ
മനസ്സിലാക്കാൻ നേരം വൈകിപ്പോയി. അടുത്തവന് അതൊക്കെ പൊറുക്കരുത്.